സനി നീ സാമാഗ ഓ സംഗീതമേ. വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ ഓ സംഗീതമേ. വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ ഓ സംഗീതമേ. ഹിമഗിരി തൻ കൊടുമുടിയിൽ പുതിയൊരു തിങ്കൾ കലയുദിച്ചു. വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ ഓ സംഗീതമേ. സംഗീതമേ ഓ സംഗീതമേ. സംഗീതമേ ഓ സംഗീതമേ. ഹിമഗിരി തൻ കൊടുമുടിയിൽ പുതിയൊരു തിങ്കൾ കലയുദിച്ചു. സനി നി പമഗ മഗ സനി നീ സാമാഗ ഓ സംഗീതമേ. Nice, nice. Thank you. ധ്യാൻകുട്ടാ, എന്താ സർ? ഇത് ഈ സ്വരങ്ങള് ഓഫ് നോട്ട്സ് ഒരുപാട് വരുന്നുണ്ട്. ഇപ്പൊ ആദ്യം പാടിയില്ലേ നീ സ നീ നീ പമ ഗമ ഗ സ സ നീ എന്ന് വരുന്നില്ലേ? അങ്ങനെ അതുപോലൊക്കെയാണ് ഈ പാട്ടിലും എസ് പി വെങ്കടേഷ് സാർ അതിന്റെ ഒരു ടെക്സ്ചറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് പാടിയില്ലെങ്കിൽ കോഡ്സും നമ്മൾ പാടുന്നതായിട്ട് ചേരത്തില്ല. അങ്ങനെ വരുമ്പോ എന്തോ ഒരു കല്ലുകടി നമുക്ക് തോന്നും. അപ്പൊ ആദ്യത്തെ ഹിമഗിരി തൻ കൊടുമുടിയിൽ അത് സ്ലോ ആയിട്ട് പാടിക്കേ. ഹിമഗിരി തൻ കൊടുമുടിയിൽ പനി പനി കൊടുമുടിയിൽ പുതിയൊരു തിങ്കൾ കലയുദിച്ചു. കണ്ടോ? അപ്പൊ അതിനകത്ത് ഒരുപാട് നോട്ടുണ്ട്. അപ്പൊ നമ്മള്
പെട്ടെന്ന് പാടി പോകുമ്പോഴത്തേക്ക് അവിടുന്ന് എന്തോ കുഴഞ്ഞു അങ്ങ് പോകുന്നവരൊന്ന് ലാസ്റ്റിൽ അത് മോൻ കറക്റ്റായിരുന്നു. ആ പ്രയാസമാണിത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് സ്വരസ്ഥാനം കൃത്യപ്പെടുത്തിയിട്ട് പാടിയാലേ അത് നിൽക്കത്തുള്ളൂ. ഈ സ്വരമൊക്കെ ഉണ്ട്. എന്താണ് ഒരു നുള്ളു അത് പാടി. ഋതുമതിപ്പുഴക്കരയിലും വിളിത്തളികയിൽ കറക്റ്റ്. ആ വിരുന്നു വന്നതും വിരിഞ്ഞു നിന്നതും വാസന്തമോ. ആ വാസന്തമോ ഏതാണ്? വാസന്തമോ അതാണോ? ഏതാ? വാസന്തമോ. ഒരു ഒരു നുള്ളു പൂമണം തേടി ഒരു നുള്ളു പൂമണം തേടി അതുവഴി പോകും തെന്നലെ കൊണ്ടു തരൂരു മുളം തണ്ടിൽ മധുരവും മണവും. ആ അവിടൊക്കെ ഭയങ്കര ഓഫ് നോട്ട്സ് ആണ്. അത് കൃത്യമായിട്ട് ആ നോട്ട് വന്നില്ലെന്നുണ്ടെങ്കിൽ, ആ സ്വരസ്ഥാനം വന്നില്ലെങ്കിൽ നമുക്ക് എന്തോ പോലിരിക്കും. നല്ല ടഫാണ്. നല്ല ടഫാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ ഒരു സംഗതി പാടുന്ന പോലെ അല്ല. ഇത് കൃത്യമാണ്. ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ അതിൽ അക്ഷരം വരുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് പാടിയില്ലെങ്കിൽ ക്ലാഷ് വരും. അപ്പം അടുത്ത പാട്ടിൽ നമുക്ക് പിടിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ചക്കരേ, എന്താ ഒരുപാട് സഞ്ചാരങ്ങളുണ്ട് ഈ പാട്ടിനകത്ത്. നമ്മൾ ആദ്യം ഇത് നോക്കുമ്പോഴത്തേക്ക് ഇതെന്താണ്, ജോഗാണോ, പിന്നെ അതിൽ നിന്ന് ഭയങ്കര വേരിയേഷൻസ് അനുപല്ലവിക്കും ചരണത്തിനും വന്നു. അത് കറക്റ്റായിട്ട് അനുപല്ലവി തുടങ്ങുന്നത് നമുക്ക് ഈ BGM ഇല്ലെങ്കിൽ അത് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടുമാണ്. അത് കറക്റ്റായിട്ട് നിന്ന് അവിടെ നിന്ന് എടുക്കുന്നതാണ് ഋതുമതിപ്പുഴ അല്ലേ. അതുപോലെ BGMത്തിന് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു പാട്ടും കൂടെയാണ്. നിങ്ങൾ ടോപ്പ് ബാൻഡ് അസാധ്യമായിരുന്നു, കേട്ടിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾ ഉണ്ടൊക്കെ എത്ര പാട്ടുകൾക്ക് എന്തോ രസമായിട്ട് BGM ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം അല്ലേ. അതൊക്കെ ഒരു കാലം മോനെ. ഇത് ആ ഒരു ചെറിയ ക്രോമാറ്റിക് നോട്ട്സ് എല്ലാം ഇങ്ങനെയുള്ള ക്രോമാറ്റിക് സ്വരങ്ങളുള്ള അത് പല്ലവിയിൽ ചെയ്തിട്ട് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ അടുത്ത അനുപല്ലവിക്ക് അദ്ദേഹം വേറൊരു ഒരു കളർ കൊടുക്കുകയാണ്. മോൻ ഒറ്റയടിക്ക് ഇപ്പൊ പാടിയപ്പോ എന്തോ ഒരു ജോഷ് കുറവ് നമ്മളിലേക്ക് ഒരു എന്താ പറയണ്ടേ, ഒരു എനർജിയോ ആ ഒരു പഞ്ചായിട്ട് സൂപ്പർ എന്ന് പറയുന്ന ആ ഒരു സംഭവം കുറച്ച് കുറഞ്ഞു പോയി. അത് മോൻ അടുത്ത ഇനിയുള്ള വരുന്ന പാട്ടുകളിൽ നോക്കിക്കോട്ടോ. വാസന്തമോ അതെല്ലാം ക്ലിയർ ആയില്ല. അതിന് ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ചക്കരെ, കഴിഞ്ഞ പ്രാവശ്യം 100 മേടിച്ച് നീ എവിടെ പോയി പാർട്ടി നടത്തുമായിരുന്നു എല്ലാവർക്കും? അത് ചെയ്യരുത് കേട്ടാ. 100 നടത്തി ആഘോഷിച്ച് തിമിർത്ത്. പിന്നെ ഇതിന്റെ അപ്പുറം നന്നാക്കി പാടാൻ പറ്റും നിനക്ക്. കാരണം പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് 10 പ്രാവശ്യം പാടിയ ആൾക്കാർക്ക് പോലും തെറ്റിപ്പോകുന്ന രീതിയിലുള്ള ഒരു ട്യൂണാണ്. അത് വീണ്ടും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ധ്യാൻകുട്ടൻ എന്ന് പറഞ്ഞ സിംഗറിനെ സംബന്ധിച്ച് ഇതിന്റെ കുറച്ചുകൂടെ നമുക്ക് നന്നാക്കി പാടാമായിരുന്നു. ഉള്ളിൽ ഇതുവരെ ഇല്ലാത്തൊരു പേടി ഈ പാട്ടിൽ പാടാൻ പോകുന്നതിന് മുമ്പ് ഞാൻ കണ്ടു. ഞാൻ എല്ലാ പിള്ളേരോടും പറയാ, അത് ശരിക്കും മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നേക്കാളും കൂടുതൽ ഫ്രീ ആയിട്ട് പാടാൻ പറ്റിയാൽ നമുക്ക് ഇതിലും നന്നാക്കാൻ പറ്റും. അവർ ടെൻഷൻ പേടി നമുക്ക് വേണ്ട. ടെൻഷൻ വേണ്ട. ബൈ ബൈ ടെൻഷൻ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. Today we are giving you 96 out of 100. താങ്ക് യു സർ. ആദ്യ ഒരു ഷിബു ചക്രവർത്തി പൂക്കുറ്റി. താങ്ക് യു സർ. Yanguta, all the best. Thank you. Okay, bye-bye. Bye.